ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ എന്നും അതുപോലെ ഇന്ത്യൻ വികാരം എന്താണെന്നും ജാതി മത ഭേദ രാഷ്ട്ര വ്യത്യാസങ്ങൾ അന്യേ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് പൊരുതുന്നതിൻ്റെയുമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ചിത്രങ്ങൾ, നേർചിത്രങ്ങളാണ് നമുക്ക് ചുറ്റും നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ കരസേന നിരം തുടിക്കാതെ പല മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ നമ്മൾ വെടിവെച്ചിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യം, അതായത് ഇതുവരെയും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല, പോകരുതെന്ന് തന്നെയാണ് ഒരു ഇന്ത്യൻ പൗരനെന്ന നിലയിൽ, ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ എല്ലാം പ്രാർത്ഥന. പക്ഷേ ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത് നമ്മുടെ ഇടയിൽ തന്നെ, അതായത് നമ്മുടെ കൂടെ നിന്ന് സംസാരിക്കുന്ന നമ്മുടെ നാട്ടിലെ പലരും ഇപ്പോൾ യുദ്ധം ആഗ്രഹിക്കുന്നു, മുതലെടുപ്പ് നടത്തുന്നു എന്ന 100% തെളിയിക്കുന്ന കമൻറ്റുകളും വാർത്തകളും തന്നെയാണ് വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ വളരെയധികം ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ, അതായത് പറയാതെ വയ്യ, നിങ്ങളിത് അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു കമൻറ്റെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യണമെന്നാണ് എൻ്റെ അപേക്ഷ. കാരണം ഓരോ ദിവസവും രാത്രി 12-1 മണി വരെ പോലും നമ്മളിപ്പോൾ അപ്ഡേറ്റുകൾക്ക് വേണ്ടി മുഖ്യധാരാ മാധ്യമങ്ങളെ, പ്രധാന ചാനലുകളെ, അത് ടി വിയിലൂടെയാണ് എങ്കിൽ കുടുംബ പ്രേക്ഷകർ ഒന്നാകെ, അതല്ല എങ്കിൽ നമ്മൾ യൂട്യൂബിലൂടെ കാണുന്നുണ്ട്. കൺകറൻറ്റ് ലൈവ് 50Kയും 100Kയും ആയിട്ടൊക്കെ റേറ്റിങ്ങിന് വേണ്ടിയുള്ള മത്സരങ്ങളിൽ പല ചാനലുകളുമുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഒരൊറ്റ വാർത്ത പോലും കൃത്യമായിട്ടുള്ള ഫാക്ട് ചെക്കുകൾ ചെയ്യാതെ സാധാരണ ഒരു ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ വീഡിയോ ഇടുന്ന ഒരാൾ, അതായത് ഒരു ഫേക്ക് വീഡിയോസ് ഇടുന്ന ഒരാൾ എന്താണോ ചെയ്യുന്നത്, അത്ര പോലും ഉത്തരവാദിത്ത ബോധമില്ലാതെ എവിടെ നിന്നൊക്കെയോ കിട്ടുന്ന പല വീഡിയോകൾ ഇവിടെ നടന്ന ഇൻസിഡൻ്റ് ആണെന്നും, ഏറ്റവും അവസാനമായിട്ട് കറാച്ചി തുറമുഖത്തിൽ ഉള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ആക്രമണം എന്ന് പറഞ്ഞ് 2019 മറ്റൊരു വീഡിയോ പ്രചരിപ്പിച്ച ഒരു മുഖ്യധാരാ മാധ്യമം കേരളത്തിൽ, മലയാളത്തിൽ തന്നെയുണ്ട് എന്ന് പറയുമ്പോൾ ലജ്ജ തോന്നുന്നു. ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു എന്ന് ഇന്നലെയല്ല അതിനു മുമ്പ്, അതായത് ആദ്യത്തെ ആക്രമണം നടന്നപ്പോൾ വെറുതെ അങ്ങ് റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് 2 മണിക്കൂറിന് ശേഷം അവർ തന്നെ വീഡിയോ ചെയ്യുകയാണ് ഇത് ഫാക്ട് ചെക്ക് ഇങ്ങനെയാണ് എന്ന്. അതായത് ഇത്തരത്തിൽ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നതിലേക്ക് നടപടി വേണമെന്ന് കേന്ദ്ര മന്ത്രാലയം പറയുമ്പോൾ ജനങ്ങൾക്ക് തന്നെ അറിയാം, ആദ്യം നടപടി എടുക്കേണ്ടത് ഇത്തരത്തിൽ റേറ്റിംഗ് മാത്രം മുന്നിൽ കണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, വിഡ്ഢികളാക്കുന്ന, ഇത്തരത്തിൽ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളെ തന്നെയാണ്. അത് ഏതൊന്നും ഞാനിപ്പോൾ എടുത്തു പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, നമ്മൾ എന്തിനാണോ ആഗ്രഹിക്കുന്നത്, അതായത് സൈന്യത്തിനോടൊപ്പമാണ് നമ്മൾ ഓരോരുത്തരും, അത് തന്നെയായിരിക്കണം നമ്മുടെ ഇനി അങ്ങോട്ടുള്ള കടമയും. അടിക്ക് തിരിച്ചടി കൊടുത്തിരിക്കുക തന്നെ ചെയ്യണം. ഭീകരതയ്ക്കെതിരെയുള്ള ഉറച്ച പോരാട്ടമാണ് നമ്മുടേത്. അതിനിടയിൽ ജനങ്ങളെ ആശങ്കയാക്കാൻ, അതായത് ജനങ്ങളിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുക്കേണ്ടതിന് പകരം അവരെ കൂടുതൽ പരിഭ്രാന്തരാക്കാൻ ആ തരത്തിലുള്ള റിപ്പോർട്ടുകൾ, വ്യൂസിനെ വെച്ച് ചെയ്യുന്ന മാധ്യമങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും, പല പ്രവചന വീഡിയോകളെന്നും പറഞ്ഞിട്ട് ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യുന്ന ഒരു 2 ദിവസം 3 ദിവസം മുമ്പ് സത്യത്തിൽ 2019 നമ്മുടെ കൊളറാഡോ റെഡ്ജ്, നമ്മുടെ അമേരിക്കൻ ആസ്ഥാനമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ പഠനവും പലതും വന്നു. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ അതിനെ എടുത്തിട്ട് അതിൽ ദശലക്ഷം ആൾക്കാർ കൊല്ലപ്പെടുമെന്നുള്ള റിപ്പോർട്ടുകളും, അതുപോലെ തന്നെ ആണവായുധം പ്രയോഗിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ജനശ്രദ്ധ നേടിക്കൊണ്ട് അവരെ വീണ്ടും ആശങ്കയിലാക്കാനുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നത് വളരെയധികം ഖേദകരമാണ്, അപലപനീയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ആദ്യം ജാഗ്രത പുലർത്തേണ്ടത് നമ്മുടെ ആഭ്യന്തര കാര്യത്തിൽ ഇത്തരത്തിൽ ഫാക്ട് ചെക്കുകളുടെ അടിസ്ഥാനം പോലും ഇല്ലാതെ വ്യൂസിന് വേണ്ടി നാറിയ കളി കളിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെയാണ്. കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. സൈന്യത്തിനോടൊപ്പം എപ്പോഴും ഉണ്ടാകുക.